ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തന, ഗോവിന്ദ ഗോവിന്ദ, രാധേ രാധേ രാധേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓംകാരത്തെക്കുറിച്ചാണ്. കാരണം ഈ ഓം എന്ന മന്ത്രം നമ്മൾക്ക് ചൊല്ലാൻ പാടില്ല. നമ്മൾക്കെന്ന് വെച്ചാൽ നമ്മളുടെ ഭക്തർക്ക്, അതായത് അമ്പലത്തിലെ തന്ത്രിമാർക്കും ആചാര്യന്മാർക്കും മാത്രമേ ഓം എന്ന് ചൊല്ലാവൂ എന്ന് ഒരു കുറച്ച് പേര് പറഞ്ഞത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നത്. എന്തുകൊണ്ട് നമ്മൾക്ക് ചൊല്ലിക്കൂടാ, അതിനും കൂടെ പറഞ്ഞു തരും. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ മന്ത്രങ്ങളൊന്നും ഓമിലല്ലേ തുടങ്ങുന്നത്. ഓം എന്ന് പറഞ്ഞാൽ ഒരു പ്രണവ മന്ത്രമാണ്, പ്രണശബ്ദമാണ്, പരബ്രഹ്മമാണ്. ആ ഓം ഉച്ചരിക്കുന്നത് തന്നെ നമ്മളുടെ നാവിൽ നിന്ന് ആ ഒരു മന്ത്രത്തിൻ്റെ ആ ധ്വനി, ആ മന്ത്രം തുടങ്ങുന്നത് തന്നെ ആദ്യം ഓമിലൂടെയാണ്. ഓംകാരം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തി. അതാണ് ഓംകാരമായിട്ട് നമ്മൾ ഏതിലും ഗായത്രി മന്ത്രം തുടങ്ങി ഓം ഫുർ ഫുവസ്വ എന്ന് തുടങ്ങിയൊരു ഗായത്രി മന്ത്രം തുടങ്ങുന്നത്. അതേപോലെ ഓം നമ ശിവായ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളാലുള്ള ശിവനെ ഞാൻ നമിക്കുന്നു. അത് ഓമാണ്, ആ പ്രപഞ്ചത്തിൻ്റെ തത്വം. ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് നമുക്ക് കാണാൻ കഴിയും, അവിടെ ഓം എഴുതി വെച്ചേക്കുന്നത്. കുട്ടികളുടെ നാവുകളിൽ തന്നെ നമ്മൾ ഓംകാരം എഴുതിയാണ് ആദ്യം അവരെ തുടങ്ങുന്നത് തന്നെ. അപ്പം കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് ഓംകാരം അമ്പലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഓം നാവുകളിൽ എഴുതി കൊടുക്കാറുണ്ട്. അപ്പം ആ ഓം നമ്മൾ ഏതിനും വിഷ്ണുവിൻ്റെ 1000 നാമാവലികൾ തന്നെ തുടങ്ങുന്നത് ഓംകാരത്തോടുകൂടി. ഏത് നാമാവലിയും ഓമിൽ തുടങ്ങിയിട്ട് പിന്നെയാണ് സഹസ്രനാമത്തിലോട്ട് നമ്മൾക്കത് കാണാൻ കഴിയുന്നത്. 1000 നാമങ്ങൾ അടങ്ങിയതാണ് സഹസ്രനാമമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഓം എന്ന് പറഞ്ഞ പക്ഷേ പ്രണവത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാത്ത ബ്രഹ്മാവിനെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി കൂട്ടിയിടുന്നുണ്ട്. ഇദ്ദേഹം ദൃഷ്ടികർത്താവാണ്. ഇദ്ദേഹത്തിനെന്ത് പ്രണവത്തിൻ്റെ അർത്ഥം ഞാൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ബ്രഹ്മാവിന് എന്താ ദൃഷ്ടി നടത്തുന്നത്? അവസാനം വന്ന് ശിവനും ഒക്കെ പറഞ്ഞിട്ട് പോലും പിതാവ് ഇദ്ദേഹത്തിന് പ്രണവം എന്തോന്നും അറിയത്തില്ല, പ്രണവത്തിൻ്റെ മന്ത്രം എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ അവസാനം സുബ്രഹ്മണ്യ സ്വാമിയാണ് പിതാവായ ശിവന് പോലും പ്രണവത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഓംകാരം, ആ ഒരു പ്രണവം, അതാണ് ഓം. പ്രണവം എന്ന് പറയുന്ന ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ശബ്ദമാണ് ഓം. അപ്പോൾ ആ ഓം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ നാമങ്ങളിലും നമ്മൾ ഓം ചൊല്ലുകയാണ് എപ്പോഴും. നമ്മളുടെ ആത്മാവിൻ്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശ്വസനത്തിൽ തന്നെ ഓമുണ്ട്. യോഗ ചെയ്യുന്നവർക്ക് തന്നെ ഓം എന്ന് പറഞ്ഞിട്ടാണ് യോഗ ചെയ്യുന്നത് തന്നെ. ആ ഒരു ആത്മാവിൽ തന്നെ, അതായത് ശരീരത്തിൽ തന്നെ പരബ്രഹ്മമാണ് ആണ് ഓം എന്ന് പറയുന്നത്. ആ ഓം എന്ന ശബ്ദം, ഓംകാരം നമ്മൾ ചൊല്ലണ്ടെന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ പറയുന്നവർക്ക് പറയാം, ഓം എല്ലാ നാമത്തിൻ്റെ കൂടെയും നമ്മൾ ഓം പറഞ്ഞാണ് നമ്മൾ ചൊല്ലാറുള്ളത്. അപ്പോൾ ആ ഓം എന്ന നാമം എല്ലാവരും ഉച്ചത്തിൽ നമ്മളുടെ ആത്മാവിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ ഉൾവിളിയിൽ നിന്ന് ഓം വരട്ടെ, ഉച്ചത്തിൽ നമ്മൾ ഓം ചൊല്ലുക. ഹരേ കൃഷ്ണ, ജയ് ശ്രീരാധര.